ഹലോ ഗായ്സ്, നമ്മൾ തീർത്ഥയാത്രേൻ്റെ ഇടയിൽ ഒരു ചില്ലാവാമെന്ന് വിചാരിച്ചത് ട്രിവാൻഡ്രം പൂവർ ബാക്ക് വാട്ടേഴ്സിൻ്റെ ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇവർ നമ്മൾക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവർ പറഞ്ഞ റേറ്റ് ഒരാൾക്ക് 700 രൂപ. നമുക്ക് ഒട്ടും കൊടുത്തില്ല, ഞങ്ങളില്ലാറിന്. അപ്പോൾ അവർ നമ്മളെ തിരിച്ച് വിളിച്ചു, എല്ലാവർക്കും കൂടി 3500 പറഞ്ഞു. അപ്പോൾ പിന്നെ നമുക്ക് സെറ്റാണല്ലോ. അങ്ങനെ എല്ലാവരും കൂടി 2 ബോട്ടിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 2 ബോട്ടിലാണെങ്കിലും അടുപ്പിച്ച് പോയതുകൊണ്ട് 2 പേരും ഒരുമിച്ചായിരുന്നു. നല്ല രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ കാണുന്നതാണ് നമ്മുടെ പൂവർ ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പക്ഷേ ചൂട് സഹിക്കാൻ പറ്റില്ല, കാലുവേദനയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി 2 ചവിട്ട് കെട്ടിയാൽ മതി, ഒക്കെ മാറും. ഞങ്ങളെല്ലാവരും നോക്കൂ, ഞങ്ങൾ ട്രഡീഷണൽ വന്നതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഞങ്ങളിങ്ങനെ നോക്കുന്നുണ്ട്. എന്താ കാര്യം എന്നൊരു സൗന്ദര്യമല്ല എന്ന് മനസ്സിലായി. പിന്നെ കുതിരസവാരി നടത്താമെന്ന് ചോദിച്ചു. സാരി എടുത്ത് കുതിരസവാരി, വാവ്, ആര് ജാൻസി റാണിയോ? ആ അഹങ്കാരത്തിൽ ഞാൻ കുതിരേമിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എല്ലാവർക്കും വലിയ ടാറ്റൊക്കെ കൊടുത്ത് കുറച്ച് കുറുസൊക്കെ കാട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ആദ്യത്തെ കുതിര സവാരിയാണ് ഗൈസ്. അങ്ങനെ വന്നതല്ലേ വിചാരിച്ച് കടലൊക്കെ ഒന്ന് കണ്ട്, നല്ല ഭംഗിയുള്ള കടൽ കണ്ട് പിന്നെ തിരിച്ചിട്ട് 15 മിനിറ്റ് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ നേരെ വീണ്ടും നമ്മൾ ബോട്ടിൽ യാത്ര ആരംഭിച്ചു. ഇവർ ഞങ്ങളെ പറ്റിക്കാൻ വിചാരിച്ചിട്ട്, അതായത് 1 മണിക്കൂറുള്ളത് 1.5 മണിക്കൂറാണ് ഞങ്ങൾ ടൈം. ഇവരെന്ത് ചെയ്തു, 1 മണിക്കൂറിൽ ചുരുക്കാൻ നോക്കി. നമ്മളോട് ഉണ്ണി, നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു. അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മളിങ്ങനെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവിടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ച് മേടിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കേട്ടോ. പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കണമൊക്കെ തമിഴ്നാട് ബോർഡറാണ്. ഇവിടെയൊക്കെ നല്ല കാഴ്ചയ്ക്കുള്ള സ്ഥലമാണ്. പക്ഷെ നമുക്കറിയില്ല വിചാരിച്ചിട്ട് നമ്മളെ പറ്റിക്കാൻ നോക്കിയാണ്. നമ്മളോടെ ഉണ്ണിയില്ലേ, പറ്റിക്കപ്പെടില്ല. ഹൈ. അങ്ങനെ ഇവിടെയൊക്കെ കണ്ടു. നല്ല 2 ഫോറസ്റ്റിൻ്റെ അപ്പുറം ഇപ്പുറം അതിൻ്റെ നടുവിൽ നമ്മുടെ കായലല്ല, വാട്ടർ എന്ന് പറയാം. ഇതാണ് എന്തെന്ന് പറയുന്നതെന്ന് പറയാം, എലിഫൻറ്റ് റോക്ക്. നല്ല രസമാണ് കേട്ടോ അതിനെ കാണാൻ. ശരിക്കും ഒരു ആനനെ പോലെ തന്നെയുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് നേരെ റിട്ടേൺ അടിച്ച് അപ്പുറത്ത് കൂടെ പോയി ഇപ്പുറത്ത് കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തി ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്. ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. അപ്പോൾ ശരി.